My name is Abhirami Krishna. I'm coming from Kerala. I studied my psychology in Jain University. Can you tell me three unique factors of your state? One of the unique factor is high literacy rate. ഏറ്റവും സാക്ഷരത കൂടിയ സ്റ്റേറ്റ് ആണ് കേരള. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ ഡേയ്സിൽ തൊട്ട് തന്നെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. സോ ദേ ആർ അവെയർ ഓഫ് മെനി തിങ്സ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയൊക്കെ ഒരു പരിധി വരെ അവർ അവെയറാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ നോളജ് ഇല്ല. ആ ഒരു കമ്മി അവർക്കുണ്ട്. അത് വെച്ച് അവർ സെൽഫ് ഡയഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അതൊരു നെഗറ്റീവ് ഫാക്റ്റാണ്. പക്ഷേ ഹൈ ലിറ്ററസി റേറ്റ് തന്നെയാണ് ഫസ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സെക്കൻഡ് തിങ് ഈസ് സോഷ്യൽ ലൈഫ്. കേരളത്തിലെ മിക്ക കുടുംബവും ഒരു കൂട്ടുകുടുംബമാണ്. ഫാമിലി എല്ലാവരും ഒന്നിച്ചൊരു ഡിന്നർ അങ്ങനത്തെ എല്ലാ കൺസെപ്റ്റും ഉണ്ട്. സോ ഒരു പരിധി വരെ അവർക്ക് ലോൺലിനെസ് അങ്ങനെ അടിക്കില്ല എന്നല്ല, അടിക്കും. പക്ഷേ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൈവസി ഇല്ല. അവരുടെ ഡിസിഷൻ ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഡിസിഷൻ യൂണിക്കായിട്ടല്ല, അവരുടെ ഇഷ്ടത്തിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെ പോയാലും പ്രഷറുണ്ട്, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. ഫാമിലീനെ അവർ പറയുന്നതല്ലാതെ അവർക്ക് വേറൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, എസ്പെഷ്യലി കരിയർ ചോയ്സ്. ഇപ്പം അവരുടെ പാഷൻ മ്യൂസിക്കാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വെറൈറ്റി റിസ്ക് ഫാക്ടർ ഉള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അതൊരിക്കലും പാരൻസ് അല്ലെങ്കിൽ സ്കൂൾ തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. സ്കൂൾസ് വെച്ചാലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് എഞ്ചിനീയറിംഗ്, ഡോക്ടർ, ബിസിനസ് ഓർ എനി സെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. കോമ്പറ്റീഷൻ എല്ലാം വരും. പിന്നെ വൺ ഓഫ് ദി തേർഡ് ഫാക്ടർ എന്ന് പറയുമ്പം റിലീജിയസ്. സെക്യുലർ സ്റ്റേറ്റ് ആണ്. എല്ലാ റിലീജിയനും ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് ആണ്. ഒരു സ്ഥലത്ത് തന്നെ ഒരു പള്ളിയും കാണും, ഒരു മുസ്ലിം പള്ളിയും കാണും, അമ്പലവും കാണും. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വെൽക്കമിങ് ആയിട്ടും ഭയങ്കര യൂണിറ്റിയോടെ തന്നെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ മെൻ്റൽ അവയർനെസ് ഉണ്ട്. എല്ലാ റിലീജിയനും ഓരോരോ രീതിയിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് അല്ല, അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് അവരുടേതായ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം കുറേയൊക്കെ രീതിയിൽ